അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മുഖ്യമന്ത്രിമാർ ഒരുമിച്ചിരിക്കുകയാണ്. അതെ, അന്ന് സമൂഹനീതിക്ക് കോർത്ത് പിടിച്ച കൈകൾ സമൂഹങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നീണ്ടു ഒരുമിച്ചിരിക്കുന്നു. ഈ പന്തലാകെ ഇതിനടക്കം തന്നെ നിറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള DMK நீண்ட காலமாக பின்பற்றி மடைமைகளை உடைத்தெறிந்த பாடுபட்ட பெரியார் அதற்கு பலனாய் நல்லதொரு சமூக சூழலை மட்டும் லட்சியமாக கொண்டிருந்தார். கடந்த 100 ஆண்டிற்குள் நாம் ஏற்பட்ட மாபெரும் മാറ്റങ്ങളെ அதற்கு കാണാം. സത്യാഗ്രഹ വേദിയിൽ തന്തൈ പെരിയാറുടെ ശില്പം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയായിട്ടാണ് ഇങ്ങനെയൊരു സ്മാരകം അവിടെ നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തമിഴ്നാട്ടിൽ നിന്ന് DMK പ്രവർത്തകരടക്കം ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. വരുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമായിട്ട് കൂടി ഈ വൈക്കം സത്യാഗ്രഹ വേദി മാറാനുള്ള സാധ്യതകൾ കൂടിയാണ്. കഴിഞ്ഞ തവണയും ഇതേ സ്ഥലത്ത് ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ഇന്നലെ MK സ്റ്റാലിൻ സ്ഥലത്തെത്തിയ ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കൊക്കെ സാധ്യതകളുണ്ട് എന്നായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നില്ല എന്ന് സർക്കാരുകൾ അറിയിച്ചിട്ടുണ്ട്. ഷിനോജ്, ശബ്ദം വ്യക്തമാണെങ്കിൽ തുടരാം. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുമരകത്തെ സ്വകാര്യ ഹോട്ടലിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അടുത്തടുത്ത മുറികളിലാണ് താമസിച്ചത്. സ്വാഭാവികമായും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ഇത്തരത്തിൽ കൂടിക്കാഴ്ച ഇന്നലെ രാത്രി 10 മിനിറ്റും ഇന്ന് രാവിലെ 15 മിനിറ്റും രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ വിഷയം ഒരു ചർച്ചയായി വന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. നേരത്തെ ഈ മുല്ലപ്പെരിയാർ വിഷയം ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തമിഴ്നാട് നിയമസഭയിൽ MK സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെയും അതുപോലെ ഇന്നലെ രാത്രിയും നടന്ന കൂടിക്കാഴ്ചയിൽ ഈ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായി വന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ പറയുന്നത് ഇതിനോടകം തന്നെ ഈ തമിഴ്നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് നടത്തുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അനുമതി ഇതിനോടകം തന്നെ സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയിലേക്ക് വരാത്തത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ കുമരകത്തെ റിസോർട്ടിൽ രണ്ടുപേരും പിണറായിയും അതുപോലെ തന്നെ സ്റ്റാലിനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. മന്ത്രിമാരായ VN വാസവനും അതുപോലെ തന്നെ തമിഴ്നാട് മന്ത്രിമാരിൽ ചിലരൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രണ്ടുപേരും ഈ വൈക്കത്തെ വലിയ കവലയിലുള്ള തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. റിബൺ മുറിച്ചുകൊണ്ട് ആ മ്യൂസിയം രണ്ട് ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഈ വൈക്കം ബീച്ച് മൈതാനിയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് 5000-ലധികം വരുന്ന DMK പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയതാണ്. അവരുടെ ഒരു വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് വൈക്കം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം, ഒരു കൊച്ചു തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ ഒരു പങ്കാളിത്തം കൊണ്ട് വൈക്കത്തെ ഈ ബീച്ച് മൈതാനി ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധയാകർഷിച്ച് കഴിയും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ മ്യൂസിയം ഇനി അല്ലെ അവിടേക്ക് എത്താൻ ഒരുപക്ഷെ ആളുകളുടെയൊക്കെ വലിയ ഒഴുക്കുമുണ്ടാകും. വൈക്കം വലിയ കവലയിലാണ് ഇത്. ഏകദേശം 8 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 കെട്ടിടങ്ങളുണ്ട്, ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. സ്മാരകത്തിന്റെ പ്രധാന കവാടം കയറുമ്പോൾ തന്നെ 6 അടിയോളം ഉയരത്തിൽ തന്നെ നമുക്ക് തന്തൈ പെരിയാറിന്റെ വലിയ പ്രതിമ കാണാൻ കഴിയും. ഇതിനു പിന്നിൽ മതിലിൽ EV രാമസ്വാമി നായ്ക്കരുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രതിമയുടെ ഇരുവശങ്ങളിലേക്കും ടൈൽ പാകിയ നടപ്പാതയും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഒരു പക്ഷേ സന്ദർശകരെ ആകർഷിക്കുന്ന ഒരിടമായി ഇനി ഇത് വരും ദിവസങ്ങളിൽ മാറിയേക്കും. ഇടതുവശത്തെ കെട്ടിടം ഗ്രന്ഥശാലയാണ്. പ്രതിമയുടെ 2 വശങ്ങളിലായി 2 കെട്ടിടങ്ങളാണുള്ളത്. വലതുവശത്തെ കെട്ടിടം പെരിയാർ മ്യൂസിയമാണ്. മറ്റേ ഭാഗത്തെ ഇടതുവശത്തെ കെട്ടിടം ഗ്രന്ഥശാലയാണ്. മ്യൂസിയത്തിൽ പെരിയാറിന്റെ ജീവചരിത്രം, സമരചരിത്രം എന്നിവയുടെ ചിത്രങ്ങളുണ്ട്. വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള വലിയ സ്ക്രീനുണ്ട്. പെരിയാറിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ഇടത് ഭാഗത്ത് ആംഫി തിയേറ്റർ മാതൃകയിൽ ഓപ്പൺ സ്റ്റേജും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് സമീപമാണ് കുട്ടികളുടെ പാർക്കുള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ, റെഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവ അടക്കം 5000-ഓളം പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിലുണ്ട്. നമ്മൾ കണ്ടിരുന്ന ദൃശ്യങ്ങളിൽ മന്ത്രി VN വാസവനെ മുഖ്യമന്ത്രിക്കൊപ്പം കാണാൻ കഴിയുന്നുണ്ട്. കേരള സർക്കാരിന്റെ വൈക്കം സത്യഗ്രഹ ശതാബ്ദി സ്മാരകം അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ചിലാണ് സംസ്ഥാന സർക്കാരിന്റെ വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷം സമാപിക്കുന്നത്.
ഇരു മുഖ്യമന്ത്രിമാരും ചേർന്ന് ചിത്രങ്ങളൊക്കെ കാണുകയാണ്. എന്തായാലും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം എങ്ങനെയൊക്കെയാണ് ആ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിമാർ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ഇനി സാധാരണ സന്ദർശകർ കൂടി അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകും. നേരത്തെ ഷിനോജ് പറഞ്ഞ ഒരു ചെറിയ സ്ഥലമാണ് വൈക്കം, പക്ഷേ വൈക്കത്തിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം നൽകുന്ന നിലയിലേക്ക് ഈ ഒരു ഇത്തരത്തിലൊരു സ്മാരക കേന്ദ്രം പണിതതുകൊണ്ട് വൈക്കത്തിൻ്റെ തന്നെ ഒരു മുഖഛായ മാറ്റാൻ ഉതകുന്ന രീതിയിലാണ്, വളരെ വിപുലമായ രീതിയിലാണ് ഇങ്ങനെയൊരു സ്മാരക മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അത് തമിഴ്നാടിൻ്റെ കൃത്യമായ സഹായത്തോടു കൂടിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സന്ദർശകർക്കൊക്കെ പ്രധാനമായിട്ടും എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടമായി കൂടി വൈക്കം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി വൈക്കം സത്യാഗ്രഹത്തിൽ തന്തൈ പെരിയാർ പങ്കെടുത്ത ആ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യാനായി MK സ്റ്റാലിൻ തന്നെ വൈക്കത്ത് എത്തുകയും ചെയ്തിരിക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായി 2023 ഏപ്രിൽ 1 ഇരു മുഖ്യമന്ത്രിമാരും ഒരുമിച്ചെത്തിയിരുന്നു വൈക്കത്ത്. ഇപ്പോൾ പെരിയാറിന്റെ സ്മാരക ഉദ്ഘാടനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പെരിയാറിന്റെ മ്യൂസിയത്തിൽ ഇരു മുഖ്യമന്ത്രിമാരും DMK നേതാക്കളുമൊക്കെ ആ ഓർമ്മകൾ അത് കാണുകയാണ്. പരിപാടിക്ക് ശേഷം വൈക്കം കായലോര ബീച്ച് മൈതാനത്ത് പൊതുസമ്മേളനമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. ദ്രാവിഡ കഴകം അധ്യക്ഷനായ K വീരമണിയായിരിക്കും ഈ പരിപാടിയിൽ മുഖ്യാതിഥിയാവുക. മറ്റ് മന്ത്രിമാർ കേരളത്തിലെ VN വാസവൻ, സജി ചെറിയൻ അടക്കമുള്ള മന്ത്രിമാർ, തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, V വേലു, MP സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, CK ആശ MLA, വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ MK സ്റ്റാലിൻ എത്തിയിട്ട് അദ്ദേഹം സ്ഥിരമായി ഭക്ഷണത്തിനെത്തുന്ന അന്നപൂർണയിലെ അവിടുത്തെ ജീവനക്കാരുടെയൊക്കെ ഒരു സന്തോഷം നമ്മൾ കണ്ടതാണ്. എന്തായാലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്മാരക കേന്ദ്രമായി കൂടി വൈക്കം സത്യാഗ്രഹ വേദിയിലെ ഈ തന്തൈ പെരിയാർ സ്മാരകം മാറുന്നു എന്നതാണ്